2026 ഏപ്രിൽ 25 IPLനെ കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം പുതിയ റേഞ്ചിലേക്ക് ഉയർത്തിയ ദിവസം. ബാറ്റർമാർ സകല മര്യാദകളും ലംഘിച്ച ദിവസം. കണ്ടുനിന്നവർ ഇതൊരു വീഡിയോ ഗെയിമല്ലയോ എന്ന് പോലും ശങ്കിച്ചിരിക്കും. റൺ പേമാരിയല്ല, റൺ പ്രളയം തന്നെയായിരുന്നത്. ബോളർമാർക്ക് ഓർക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു രാത്രി കൂടി. ഇന്നലെ നടന്ന 2 മത്സരങ്ങളിലുമായി എറിഞ്ഞ 77.2 ഓവറിൽ പിറന്നത് 986 റൺസാണ്. 2 പതിറ്റാണ്ടിനോടടുക്കുന്ന IPL ചരിത്രത്തിൽ ഒരു ദിനം ഇത്രയും റൺസ് പിറക്കുന്നത് ഇതാദ്യം. ഇതുവരെയുള്ള റെക്കോർഡ് 899 ആയിരുന്നു. അഥവാ ഇരു മത്സരങ്ങളിലുമായി ഒരു ഓവറിൽ ശരാശരി പിറന്നത് 12.75 റൺസ്. റെക്കോർഡുകളുടെ ഈ ദിവസം ഓറഞ്ച് ക്യാപ്പ് പട്ടികയെയും മാറ്റിമറിച്ചു. ഇന്നലെ രാവിലെ വരെ വിരാട് കോഹ്ലിയുടെ തലയിലായിരുന്നു ഓറഞ്ച് ക്യാപ്പ്. ഉച്ചക്കത് KL രാഹുൽ എടുത്തു. സന്ധ്യയോടെ ചേട്ടന്മാരുടെ തലയിൽ നിന്ന് വൈഭവ് സൂര്യവംശി അത് തൻ്റേതാക്കി. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അഭിഷേക് ശർമ്മ വൈഭവിനെയും വെട്ടിക്കളഞ്ഞു. അഭിഷേകിൻ്റെ പേരിലുള്ളത് 380 റൺസ്, വൈഭവും രാഹുലും 357 റൺസ് വീതം. ഹെൻറിച്ച് ക്ലാസൻ 349 റൺസുമായി നാലാമതുണ്ട്. 328 റൺസുള്ള കോഹ്ലി ഒരു ദിവസം കൊണ്ട് 1-ാം സ്ഥാനത്ത് നിന്നും 5-ാം സ്ഥാനത്തേക്ക് ഇറങ്ങി. ഇന്നലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ബാറ്റർമാർക്ക് തൊട്ടതെല്ലാം പൊന്നായ ദിവസമായിരുന്നു. KL രാഹുൽ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ പിറന്നത് 152 റൺസിൻ്റെ റെക്കോർഡ് വിസ്മയം. പക്ഷേ ആ റൺമലയെയും മറികടന്ന് പഞ്ചാബ് ചരിത്രം കുറിച്ച രാത്രി. ഈ മത്സരത്തിലെ റെക്കോർഡുകൾ എണ്ണിയെടുത്താലും തീരാത്തതാണ്. രാഹുലിൻ്റെ 67 പന്തിൽ 152 റൺസ് എന്നത് IPL ചരിത്രത്തിലെ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. ടോട്ടൽ നോക്കിയാൽ ഗെയിലും മക്കല്ലവും മാത്രം മുന്നിലുണ്ട്. രാഹുലിൻ്റെ IPLലെ 6-ാം സെഞ്ചുറിയാണിത്. കൂടാതെ രാഹുലും നിതീഷ് റാണയും ചേർന്നെടുത്ത 220 റൺസിൻ്റെ കൂറ്റൻ പാർട്ണർഷിപ്പ് IPLലെ ഏറ്റവും ഉയർന്ന 2ാമത്തെ കൂട്ടുകെട്ടാണ്. ഡൽഹിയുടെ IPLലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇന്നലെ കുറിച്ച 264. മറുവശത്ത് പഞ്ചാബ് കുറിച്ചതും ചരിത്രം തന്നെ. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റൺ ചേസ്. 2024 കൊൽക്കത്തയ്ക്കെതിരെ 262 റൺസ് ചേസ് ചെയ്ത തങ്ങളുടെ റെക്കോർഡ് തന്നെ അവർ തിരുത്തി കുറിച്ചു. പവർ പ്ലേയിൽ പ്രഭ് സിമ്രാനും പ്രിയാൻ ഷാരിയും ചേർന്നടിച്ച 116 റൺസും റെക്കോർഡാണ്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന 2ാമത്തെ മികച്ച പവർ പ്ലേ സ്കോർ. 2024 ഡൽഹിക്കെതിരെ സൺറൈസേഴ്സ് അടിച്ച 125 റൺസാണ് ഇക്കാര്യത്തിൽ മുന്നിൽ. ഡൽഹി പേസർ മുകേഷിനെതിരെ ഒരു ഓവറിലെ 6 പന്തും പ്രഭ് സിമ്രാൻ ബൗണ്ടറി അടിച്ചിരുന്നു. ഇതും റെക്കോർഡാണ്. 2012 ശ്രീനാഥ് അരവിന്ദിനെതിരെ അജിൻക്യ രഹാനെയും ശിവം മാവിക്കെതിരെ 2021 പൃഥ്വി ഷായും 6 ഫോറുകൾ വീതം അടിച്ചിട്ടുണ്ട്. പഞ്ചാബ് ഡൽഹി മത്സരത്തിൽ ഒരു ബൗളറും തല്ല് കിട്ടാതെ പോയിട്ടില്ല. പഞ്ചാബ് നിരയിൽ 4 ഓവറിൽ 69 റൺസ് കൊടുത്ത സേവ്യർ ബട്ട്ലറ്റാണ് മുന്നിൽ. 4 ഓവറിൽ 42 റൺസ് മാത്രം കൊടുത്ത യുസ്വേന്ദ്ര ചഹലാണ് പഞ്ചാബ് നിരയിൽ തമ്മിൽ ഭേദം. എക്കോണമി 10.50. ഡൽഹി നിരയിൽ കാര്യങ്ങൾ ഇതിലും കഷ്ടമാണ്. 2 ഓവറിൽ 41 റൺസ് കൊടുത്ത ആക്കിബ് നക്കിയുടെ എക്കോണമി 20.50. 3 ഓവറിൽ 55 റൺസ് കൊടുത്ത മുകേഷ് കുമാറും തല്ലുവാങ്ങുന്നതിൽ മോശമാക്കിയിട്ടില്ല. 4 ഓവറിൽ 11.50 എക്കോണമിയിൽ 46 റൺസ് കൊടുത്ത കുൽദീപ് യാദവാണ് ഡൽഹി നിരയിൽ ഭേദമെന്ന് പറയുമ്പോൾ പേസർമാർ ഡെത്തിലും പവർ പ്ലേയിലും സ്പിന്നർമാർ മിഡിൽ ഓവറുകളിലുമാണ് പന്തെടുക്കുന്നത് എന്ന വ്യത്യാസം കൂടി കാണണം. ഹൈദരാബാദ് രാജസ്ഥാൻ മത്സരവും ഏതാണ്ട് സമാനം തന്നെ. വൈഭവ് പിന്നെയും ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഇന്നിങ്സിൽ ഏറ്റവും അധികം സിക്സർ അടിക്കുന്ന ഇന്ത്യൻ താരമായി വൈഭവ് മാറി. 12 സിക്സറുകൾ. കൂടെ ഏറ്റവും വേഗത്തിൽ IPLൽ 50 സിക്സറുകൾ പൂർത്തിയാക്കുന്ന താരവും ഈ മഹാവൈഭവം തന്നെ. വേണ്ടി വന്നത് 15 ഇന്നിങ്സുകൾ മാത്രം. IPLലെ ആദ്യ ഓവറിൽ 4 സിക്സർ അടിക്കുന്ന ആദ്യ താരം, 15 പന്തുകളോ അതിൽ കുറവോ നേരിട്ട് കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടുന്ന താരം എന്നീ റെക്കോർഡുകളും വൈഭവിൻ്റെ പേരിലുണ്ട്. IPLലെ അതിവേഗ സെഞ്ചുറികളിലെ ആദ്യ 3-ൽ 2 എണ്ണവും വൈഭവിൻ്റേത് തന്നെ. 30 പന്തിൽ നേടിയ ഗെയിൽ 1ാമത് നിൽക്കുമ്പോൾ 35 പന്തിലും 36 പന്തിലും നേടിക്കൊണ്ട് വൈഭവ് 2-3 സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. എല്ലാവരും തല്ലുകൊണ്ട മത്സരത്തിൽ 4 ഓവറിൽ 27 റൺസ് മാത്രം കൺസീഡ് ചെയ്ത പാറ്റ് കമ്മിൻസ് തൻ്റെ IPLലേക്കുള്ള മടങ്ങിവരവ് ഗംഭീരമാക്കി. പക്ഷേ കമ്മിൻസിൻ്റെ നേരിട്ട് ആദ്യ പന്ത് സിക്സറാക്കി വൈഭവും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ റൺ ഫെസ്റ്റിന് കൈകളിലൂടെ ഊർന്നുപോയ ക്യാച്ചുകളും കാരണമായിട്ടുണ്ട്. എത്രയോ ക്യാച്ചുകളാണ് 2 മത്സരങ്ങളുമായി കൈവിട്ടത്. പക്ഷേ ഹൈലൈറ്റിലുള്ളത് ശ്രേയസിനെ തുടരെ കൈവിട്ട കരുൺ നായരാണ്. പാവം എങ്ങനെ ഉറങ്ങുമാവോ? എന്തുകൊണ്ട് പല മത്സരങ്ങളും ബാറ്റർമാർക്ക് ഇത്രയും ആനുകൂല്യം നൽകുന്നു? പ്രധാന കാരണം ടീമുകളുടെ സമീപനത്തിലുണ്ടായ വിപ്ലവകരമായ മാറ്റമാണ്. ഇമ്പാക്റ്റ് പ്ലെയർ നിയമം വന്നതോടെ ഒരു അധിക ബാറ്ററെ കൂടി ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് താരങ്ങൾക്ക് ഭയമില്ലാതെ ആഞ്ഞടിക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നു. വിക്കറ്റുകൾ വീണാലും സ്കോറിംഗ് റേറ്റ് കുറക്കാതെ ആദ്യ പന്ത് മുതൽ ആക്രമിച്ച് കളിക്കുന്ന ഈ ശൈലി ബോളർമാരെ മാനസികമായും തന്ത്രപരമായും തളർത്തുന്നുണ്ട്. കളിക്കാരുടെ അപ്രോച്ചിന് പുറമെ കളിക്കളത്തിലെ സാഹചര്യങ്ങളും ബാറ്റർമാർക്ക് അനുകൂലമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
പന്തിന് കാര്യമായ ചലനങ്ങളോ ടേണോ ലഭിക്കാത്ത ഫ്ലാറ്റ് പിച്ചുകളാണ് പല സ്റ്റേഡിയങ്ങളിലും ഒരുക്കുന്നത്. ഇതിനൊപ്പം ആധുനിക സാങ്കേതിക വിദ്യയോടെ നിർമ്മിച്ച കരുത്തുറ്റ ബാറ്റുകൾ കൂടി ചേരുമ്പോൾ ചെറിയ മിസ് ഹിറ്റുകൾ പോലും അനായാസം സിക്സറുകളാകുന്നു. പല സ്റ്റേഡിയങ്ങളിലും കാണികളെ രസിപ്പിക്കുന്നതിനായി ബൗണ്ടറി ദൂരം കുറക്കുന്നതും ബൗളർമാരെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. രാത്രികാല മത്സരങ്ങളിലെ ഡ്യൂ ഫാക്ടർ കൂടി ഉണ്ടാകുമ്പോൾ ബൗളർമാർക്ക് പന്ത് ഗ്രിപ്പ് ചെയ്യാനുമാകുന്നില്ല. ബൗളർമാരുടെ ക്വാളിറ്റി കുറഞ്ഞതിനേക്കാൾ ഉപരിയായി നിലവിലെ നിയമങ്ങളും സാഹചര്യങ്ങളും അവർക്ക് നൽകുന്ന പരിമിതികളാണ് ഈ അൺബാലൻസിങ്ങിന് കാരണം. യോർക്കറുകളും സ്ലോ ബോളുകളും പോലും ബാറ്റർമാർ മുൻകൂട്ടി പ്രവചിച്ച അതിരുകൾ കടത്തുന്നു. കൂടുതൽ ഇന്നോവേറ്റീവ് ഷോട്ടുകൾ വർത്തമാനകാല ക്രിക്കറ്റിലുണ്ട് എന്നതും ഇതിനൊരു കാരണമാണ്. പിച്ചുകളിലും നിയമങ്ങളിലും മാറ്റം വരുത്തി ബാറ്റും പന്തും തമ്മിലുള്ളൊരു ബാലൻസിംഗ് തിരികെ കൊണ്ടുവന്നാൽ മാത്രമേ ക്രിക്കറ്റിലെ യഥാർത്ഥ പോരാട്ട വീര്യം നിലനിർത്താൻ സാധിക്കൂ. അല്ലെങ്കിൽ ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമോ ആവും.